വാർത്തകൾ പരിശോധിക്കാം. ഓണാഘോഷങ്ങൾ കഴിഞ്ഞു. GLPSൽ പഠനാഘോഷങ്ങൾ ആരംഭിച്ചു. നമ്മുടെ റിപ്പോർട്ടർ സ്കൂളിലുണ്ട്. അയാന്റെ റിപ്പോർട്ട് നമുക്ക് പരിശോധിക്കാം. ഓക്കെ ആൻസി, നമുക്ക് നമ്മുടെ കൂട്ടുകാരോട് ചോദിക്കാം അവരുടെ ഓണാഘോഷം എങ്ങനെയായിരുന്നു. ഞങ്ങളുടെ ഓണം ഒരു നല്ല ഓണമായിരുന്നു. വീട്ടിൽ ഓണമുണ്ടായിരുന്നു, സ്കൂളിൽ ഓണമുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ ഇടത്ത് സ്ഥലങ്ങളിൽ കറങ്ങാൻ പോയി. പിന്നെ തിരിച്ച് സ്കൂളിൽ വന്നു. കോഴിക്കോട് ജില്ലയ്ക്ക് ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. നമ്മുടെ കോഴിക്കോട് ജില്ല റിപ്പോർട്ടർ ആരാധ്യ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ആൻസി, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ കോഴിക്കോട് കക്കാടംപൊയിലെ മഴയാണ്. ഇവിടെ നല്ല മനോഹരമായ സ്ഥലമായതിനാൽ കോടയൊക്കെ ഇറങ്ങി നല്ല മനോഹരമായി ഇരിക്കുകയാണ്. വലിയ മഴയൊന്നുമില്ല, ചെറിയ ചാറ്റൽ മഴയോടെ കൂടിയ ഒരു മഴയാണ് ഇവിടുത്തെ അന്തരീക്ഷം. ഓണാവധിക്ക് ശേഷം സ്കൂൾ തുറന്നല്ലോ. സ്കൂൾ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ റിപ്പോർട്ടർമാരായ അലക്സിസും അനാമികയും HMന്റെ അടുത്തുണ്ട്. ഓണാവധികൾ കഴിഞ്ഞല്ലോ, ഇനി എന്താ സ്കൂൾ പ്രവർത്തനങ്ങൾ? ശരിയാണ്, ഓണാവധിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ സ്കൂൾ പ്രവർത്തനങ്ങളൊക്കെ കൂടുതൽ പഠനങ്ങളിലേക്ക് കേന്ദ്രീകരിക്കാൻ, അതോടൊപ്പം തന്നെ നമുക്ക് ക്വിസ് മത്സരങ്ങൾ കാര്യങ്ങൾ അതുപോലുള്ള പരീക്ഷകളൊക്കെ അതും നടക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് അടുത്ത ദിവസം തന്നെ വാങ്മയം മലയാള പരീക്ഷ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പ്രതിഭ നിർണയ പരീക്ഷ ജില്ലാ തലത്തിൽ ദിവസം നടക്കുന്നുണ്ട്. ഇതിലൊക്കെ നമ്മളെ സ്കൂൾ എല്ലാ കുട്ടികളെയും നമ്മൾ പരമാവധി കുട്ടികളെ നമ്മൾ അതിലൊക്കെ പങ്കെടുപ്പിക്കും. അതിനുശേഷം ശാസ്ത്രമേളകൾ, അതേപോലെ തന്നെ കലാമേളകൾ, കായികമേള, ഇതൊക്കെ തന്നെ അടുത്ത ഏതാനും ആഴ്ചകളിൽ നടത്തിയാണ്. എല്ലാ കുട്ടികളെയും നമ്മൾ അതിലൊക്കെ പങ്കെടുപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ശരി. ഓണാവധിയൊക്കെ കഴിഞ്ഞല്ലോ, ഇനി നമ്മുടെ കൂട്ടുകാർ പഠനത്തിലേക്ക് കടക്കുകയാണ്. GLPS സ്കൂൾ കക്കാടംപൊയിലെ പഠനത്തെക്കുറിച്ച് കൂട്ടുകാരോട് നമുക്ക് ചോദിച്ചാലോ. കക്കാടംപൊയിൽ സ്കൂളിൽ ഞങ്ങൾക്കൊരു വീട് പോലെ